പണ്ടേ അങ്ങനെയാണല്ലോ, അത് ആ നിലക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അടിയന്തര ചർച്ച നേതൃത്വത്തിലായിരുന്നു. എല്ലാ പ്രശ്നവും പൂർണ്ണമായും പരിഹരിച്ചു. എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞുകൂടാ, നമ്മൾ തങ്ങൾക്കുള്ള വശമുണ്ടായ സംഗതികൾ പരിഹരിച്ചു. തങ്ങൾ അവിടെ പോയി എന്താണ് സംസാരിച്ചത്, എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് ഉയർന്നു വന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു. അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങൾ ചാനലുകാർ തന്നെയാണ്. ചാനലുകാർ കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടായത്. ആര് നമ്മളോ? അങ്ങനെ കേത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേതല്ല, അങ്ങോട്ടും കേതൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പിന്നെ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. തുടർന്ന് പറയാം. ആര് മാപ്പ് അള്ളാഹിനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. ഈ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തെ ഈ പൊതുമധ്യത്തില് ഇത്തരത്തിൽ നേതാക്കള് അല്ലെങ്കിൽ മതപണ്ഡിതരൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണ്ടേ? എല്ലാ മാധ്യമങ്ങളുടെ തലയിലിട്ട് എല്ലാ കാലത്തും എല്ലാ മാധ്യമങ്ങളും തലയല്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങളാണ് കൂടുതൽ. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ. ഇപ്പോഴും ഈ ലീഗ് അനുകൂല വിഭാഗം പറയുന്നത് ഉമർ ഫൈസിയെയും ഹമീദ് ഫൈസി അമ്പലക്കടവിനെയൊക്കെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. അത് പലർക്കും പറയാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്, കുഴപ്പമില്ല, അതിന് സ്വാതന്ത്ര്യമുണ്ട്. പണ്ഡിതന്മാര് വാക്കുകൾ സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണ്ടേ? പ്രത്യേകിച്ച് തങ്ങൾ പറഞ്ഞത് അത് നിങ്ങളും വേണ്ട, എല്ലാവരും ചെയ്യേണ്ട വിഷയമാണത്. അത് പൊതുവായിട്ട് പറയാണ്. നല്ല വർത്താനേ പറയാവും, നല്ലതേ പറഞ്ഞോളൂ. ഇന്നലെ പരിഹരിച്ചതൊക്കെ പരിഹരിക്കും ഞങ്ങൾ.